ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിട്ടുള്ള പത്തരമാറ്റിലെ ഇപ്പതാ ഹീറോയിൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനി ക്യാരക്ടർ ചെയ്യുന്ന രശ്മി രാഹുൽ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ ചേച്ചി, നമ്മുടെ ഇപ്പോ ആദ്യം ഭയങ്കര നെഗറ്റീവ് റോളൊക്കെ ചെയ്ത് ഒരു അമ്മായിമ്മയായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോ ഒരു ഹീറോയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. സീരിയലിന്റെ ഒരു മെയിൻ ക്യാരക്ടറാണ്. എങ്ങനെയുണ്ട് പത്തരമാറ്റ് ഇപ്പോ ആദ്യം നെഗറ്റീവ് ക്യാരക്ടർ പറഞ്ഞല്ലോ, അത് സത്യം പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആള് അവനും കൂടി ഇഷ്ടപ്പെടാത്തൊരു പെണ്ണിനെ അവൻ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു അമ്മയുടെ റിയാക്ഷൻ മാത്രമാണത്. ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ അമ്മ നെഗറ്റീവ് അല്ല, മോനോടുള്ള സ്നേഹം അത് മാത്രം. പിന്നെ എങ്ങനെ മരുമകളെ സ്നേഹിക്കും അല്ലേ ആ ഒരു അവസ്ഥയിൽ, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോ ആ ഒരു മരുമകളുടെ ആ ഒരു സ്നേഹവും അതുപോലെ കരൾ പകുത്ത് നിന്ന മരുമകളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആ ഒരു റിയൽ അമ്മ നല്ലൊരു സ്നേഹവതിയായിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ചോദിക്കാതെ വയ്യ, ഈ ഒരു അമ്മായിമ്മ എന്നുള്ള റോളാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ പ്രായം കൊണ്ടും ലുക്ക് കൊണ്ടും ഒരു അമ്മായിമ്മ ലെവലിലേക്കുള്ള ലുക്കേ അല്ല. അപ്പൊ ഇത്രയും പ്രായമുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം അത് വേറെ ഒന്നുമല്ല, എൻ്റെ പാഷൻ. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. അപ്പം അതിപ്പം അമ്മയായിക്കോട്ടെ, അമ്മായിമ്മയായിക്കോട്ടെ, മുത്തശ്ശി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ഞാൻ ചെയ്യുമെന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം. നല്ലൊരു ക്യാരക്ടർ വന്നാൽ ചെയ്യും എന്നുള്ള എന്തോ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു, ഞാൻ ചെയ്തെന്ന്. അപ്പൊ എന്ത് പറ്റി ഇത്രയും വൈകാൻ? കുറച്ച് മുൻപേ തുടങ്ങായിരുന്നല്ലോ. അത് വേറെ ഒന്നുമല്ല, ഞാൻ ആക്ച്വലി അയാട്ടെന്ന് പറയുന്ന കോഴ്സാണ് കഴിഞ്ഞത്. എയറോനോട്ടിക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണമൊക്കെ ആയി. അപ്പോൾ ആഫ്റ്റർ മാരേജിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനായാലും ഒരു പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞു നിനക്ക് ഏതാണോ ഇഷ്ടം, ഇപ്പം ഈ ഫീൽഡാണെങ്കിൽ സീരിയൽ ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പൊയ്ക്കോ, ആക്ടിങ് ആണ് ഇഷ്ടമെങ്കിൽ അത് പൊയ്ക്കോ, ഇല്ലെങ്കിൽ എനിക്ക് നമ്മുടെ എൻ്റെ ജോബ് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ടിക്കറ്റിംഗ് സെക്ഷനിൽ, അതായത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഇതാണ് അഭിനയിക്കാനാണ് ഇഷ്ടം. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്തോളാം അങ്ങനെ പറയുന്ന ഒരു ഹസ്ബൻഡാണ്. അതെ അതെ അതെ, അങ്ങനെ വന്നതാ. അപ്പോ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ഒരു റോളാണ് എന്നറിഞ്ഞപ്പോ അത് സന്തോഷാണോ അതോ ആദ്യമായിട്ട് നമ്മളിങ്ങനെ അശ്വതി? ഞാൻ ആദ്യം ഇതിൽ വരുമ്പോൾ ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. 3 അമ്മമാരിൽ ഒരാളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ വന്ന് കയറുന്ന സമയത്ത്. പക്ഷെ ഇത് മെയിനായിട്ടൊരു ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ. പക്ഷെ ഇത് പോയി വന്നപ്പോൾ എനിക്ക് അറിയുന്നത് മെയിൻ ആയിട്ടൊരു ക്യാരക്ടർ ആണെന്നുള്ളത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഫുൾ ഒരു സ്റ്റോറി നമുക്ക് അറിയില്ലല്ലോ. സീരിയൽ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോഴല്ലേ അതിന്റെ സ്റ്റോറി മാറി വരുമല്ലേ ചെയ്യാം. അപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു ദേഷ്യം കാണിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിങ്ങും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതാ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയില്ല ഇത് ഇങ്ങോട്ടാണോ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ വഴി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ പ്രാവശ്യം അതിന്റെ സ്റ്റോറി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആക്ടിങ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പം നമ്മളുടെ സീരിയലാണ് നമ്പർ 1 പൊസിഷനിൽ. അപ്പം ഏറ്റവും വലിയൊരു വഴിത്തിരവായതെന്ന് പറഞ്ഞാൽ അമ്മ മരുമകൾ ആ ഒരു ബന്ധം. അതായത് ഞാൻ പോസിറ്റീവ് ആയപ്പോഴാണ് TRP റേറ്റിംഗിലേക്ക് ഹയസ്റ്റ് വന്നത് അല്ലേ. അപ്പോ ഇവിടെയാണ് ആ ഒരു റേറ്റിംഗിന്റെ കാര്യത്തിൽ ആ ഒരു സ്റ്റിയറിംഗ് ഇരുന്നത് ഇവിടെയാണെന്ന് പറയാല്ലേ. ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം മാറി വന്നപ്പോ TRP റേറ്റിംഗിൽ നമ്മൾ നമ്പർ 1. ഇതൊരു സ്വഭാവം ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണോ ആഗ്രഹം? സത്യമായിട്ടോ എന്ന് വെച്ചാൽ എന്നെ ആദ്യം എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നോക്കുന്നത്. ആ ഒരു നെഗറ്റീവ് തോട്ട് അവരുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പം ഞാൻ അധികം അങ്ങനെ പുറത്ത് ഇതുവരെ ഇറങ്ങിയില്ല. എന്താണ് പബ്ലിക് റിയാക്ഷൻ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ മിക്കവാറും ശരിയാവും മാറിയിട്ടുണ്ടാവും അല്ലേ. ആളുകളുടെ ആ ഒരു റെസ്പോൺസ് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ കമന്റ്സിലോടൊക്കെ പോകുമ്പോൾ ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നല്ല കമന്റ്സ്. ഇപ്പൊ നേരത്തെ പ്രശ്നമായിരുന്നു. നമ്മള് ചെറുപ്പം മുതലേ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ സീരിയലിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരക്ടർ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്റ്റാർ ആണല്ലോ, മുൻപ് നമ്മളിങ്ങനെ സാധാരണ ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നിട്ട് ഇപ്പൊ നമ്മളൊരു സ്റ്റാർഡം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂടെ ഉള്ള ആളുകളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ആ ഒരു മാറ്റമൊക്കെ ഉണ്ടോ? നമ്മളൊരു സ്റ്റാർ ആയിട്ട് കാണാൻ തുടങ്ങിയോ ബാക്കിയുള്ളവരൊക്കെ? ഇല്ല, എല്ലാവരും നമ്മളുടെ ഒരു പത്രമാറ്റ് ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. നല്ല ഒരു കോമ്പറ്റീഷൻ ഇല്ല ഞങ്ങളുടെ ഇടയ്ക്ക്. നീ നന്നാവണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ.
ആയില്ലേ, 1.5 വർഷം ആവാൻ പോണു. അതെ. അപ്പോൾ ഇതുവരെ 2 വർഷമാണ്. 2 വർഷമാണ്. അതെ അതെ. അപ്പോൾ 2 വർഷം ആവാൻ പോണു. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല, എല്ലാവരും ഈക്വൽ ആണ്, അവരവരുടെ കഥാപാത്രങ്ങൾ അവരവർ നന്നായിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് സീരിയലിൽ വരുന്നതിന് മുൻപ് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ അവർക്കൊക്കെ അറിയുന്ന കട്ട രശ്മി support എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു പേഴ്സൺ രശ്മിയാണ്. ഇപ്പൊ അത് സ്റ്റാർ ആയിട്ടുള്ള രശ്മിയാണ്, ഒരുപാട് ഫാൻസ് ഉള്ള രശ്മി ആയിട്ട് മാറി. അപ്പൊ അവരുടെ ഒരു ഇതെങ്ങനെയാ മാറ്റം ഉണ്ടോ? അവരുടെ ഒരു ഡീലിങ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? സ്റ്റാറിനോട് പെരുമാറുന്ന ഇല്ല, അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ അതേ രശ്മി തന്നെ ആണ്. ഞാൻ ഇപ്പൊ തന്നെ അവരെ പോയി കണ്ടിരുന്നു എല്ലാവരെയും. ഞാൻ അങ്ങനെ എനിക്ക് ഫ്രീ ടൈമിൽ ഞാൻ കാണാറുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഞാൻ അതിന്റെ ഇത് കാണിക്കാറുമില്ല, ഞാൻ അങ്ങനെ അല്ല. നമ്മുടെ ക്യാരക്ടർ ഒരു സീരിയലിലെ ക്യാരക്ടർ പോലെയല്ല നമ്മൾ റിയൽ ലൈഫിൽ അല്ലേ? സത്യം. ഇപ്പൊ സീരിയലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് എന്ന് ആ റീൽസ് ഒക്കെ കാണുന്നവർക്കേ മനസ്സിലാവും. എങ്ങനെയുണ്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? എന്താ പറയുക, ഞാൻ ആക്ച്വലി 2019 ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷെ അതിനുശേഷം നമുക്ക് കൊറോണ അങ്ങനെയുള്ള പ്രോബ്ലംസ് വന്ന് അങ്ങനെ എനിക്കത് നഷ്ടപ്പെട്ടു, ബ്രേക്കായി. അതിനുശേഷം ഇപ്പം എനിക്ക് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, എല്ലാവരുമായിട്ടും നല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ, കോമ്പറ്റീഷൻ ഇല്ല ഞങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ എല്ലാവരുടെ നല്ല കൂട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ജോലി ചെയ്യാൻ വരിക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല അല്ലെ? എല്ലാരും കൂടെ എത്തുന്ന പോലുള്ള ഒരു ഫീൽ ആയിരിക്കും. നമുക്കിപ്പോ വീട്ടിൽ വന്നാലും നമുക്ക് എന്താ പറയാ, ഇനി എന്തായിരിക്കും തുടങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്ത. വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകാനൊരു ഇൻട്രസ്റ്റ് ആണല്ലേ? ഫാമിലിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫാമിലി, ഒരു മോനുണ്ട്, ഹസ്ബൻഡും. ഞങ്ങള് ബാംഗ്ലൂരാണ് ഹസ്ബൻഡിന്റെ സ്ഥലം. ഇപ്പം ഏട്ടൻ ഇൻഫോയിൽ വർക്ക് ചെയ്യുന്നു, IT ആണ്. ഓക്കെ. മോന് എന്താ ചെയ്യാ? മോൻ വന്നിട്ടുണ്ടല്ലോ എന്റെ കൂടെ. അവിടെ ഉണ്ടല്ലേ? ഓക്കെ, അതാണ് വലിയ മോനാണ്. ആണല്ലേ? ഓക്കെ. പിന്നെ നമ്മള് ഇനി സീരിയലിൽ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്പർ 1 സീരിയലായിട്ട് നിൽക്കുകയാണ്. ദേവയാനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഫോളോ കേട്ടോ. അയ്യോ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആദ്യം. അപ്പൊ ആൾക്കാര് നോക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഫോളോ ചെയ്യാൻ ഒരു മടിയായിരുന്നു. നല്ല ക്യാരക്ടർ അങ്ങോട്ട് ഒരു സൈഡ് ആയപ്പോ എല്ലാവരും ഫോളോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കാണാൻ തുടങ്ങി. അതുവരെ പ്രസ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുന്നു. എല്ലാരും നിങ്ങളുടെ റീൽസ് ഒക്കെ വരുമ്പോ ഒരുപാട് റീച്ച് ആവാറുണ്ട്. അതുപോലെ നമ്മളിനി സിനിമയിലേക്കുള്ള ഒരു പ്രവേശം ഉണ്ടാവും? ഞാൻ ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും പണ്ട് മുതലേ ആക്ടിങ് അത്രയും ഇഷ്ടമുള്ള ഒരാളാണല്ലോ, ചെറുപ്പം മുതലേ അല്ലേ? അതെ, ചെറുപ്പം മുതലേ. പഠിക്കുന്നതിലും കൂടുതൽ ആക്ടിങ്ങിലോട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുമായിരുന്നു. ഡാൻസർ ആണോ? ബേസിക്കലി ഡാൻസർ അല്ല, പക്ഷെ എനിക്ക് അറിയാം ഡാൻസ്, ആക്ടിങ്. പിന്നെ ഉണ്ടോ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു മിമിക്രി, ചെറുതായിട്ട് പാട്ട് പാടും, അങ്ങനെയൊക്കെ എല്ലാം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ മിമിക്രി എന്തെങ്കിലും? പാട്ട് അത് കഴിഞ്ഞിട്ട് ആദ്യം മിമിക്രി. നമ്മുടെ സൗണ്ട് തോമയിലെ ഒരു ദിലീപിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഉന്നിക്കാനെങ്കിൽ നിൽക്കുന്നയോ, അങ്ങനെ ഒരു ഇതില്ലേ, അത് എനിക്ക് പൊതുവെ അതൊരു നല്ല റീച്ച് കിട്ടിയ ഒരു ഇതാണ്. പിന്നെ വേറെ അങ്ങനെ മിമിക്രിയില് വേറെ എന്തെങ്കിലും സൗണ്ട്സ് ചെയ്യാം? അയ്യോ, വേറെ പെട്ടെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ മിമിക്രി ചെയ്യുന്ന ആളുകളെ അങ്ങനെ കാണാൻ കുറവാണ്. നമുക്കപ്പോ കാണുമ്പോ ഒരു അത്ഭുതം, മിമിക്രി ചെയ്യോ എന്നുള്ളൊരു ഇത് എന്നെ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് മിമിക്രിയോ ഭയങ്കര പെട്ടെന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല, അല്ലാത്തതുകൊണ്ട് മാത്രം. ഓക്കെ, എന്നാ ഒരു പാട്ട് പാടിയാലോ? അത് നിർബന്ധിക്കുന്നില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇനി നമ്മള് സിനിമയുടെ കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് ആക്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് സിനിമയിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരാളുണ്ടായിരിക്കുമല്ലോ, ഒരു ആളെ നമ്മളിങ്ങനെ ആളെ പോലെ ആവണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ് ഓർ ആക്ടർ അങ്ങനെ ആരെങ്കിലും? ശോഭന, അതുപോലെ തന്നെ ആശാ ശരത്. എനിക്ക് ആശാ ശരത് എന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതുപോലെ ഒരു ക്യാരക്ടർ, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത
നന്നായി കൊള്ളാം. ഇതുപോലെ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ആശിഷ് ശരത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഒരു അടുപ്പം കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്തുന്ന അടുത്ത നമ്മളിങ്ങനെ ഇതുപോലെ ഒരുപാട് സ്നേഹത്തോടു കൂടെ കാണുന്ന ഒരു ആക്ട്രസ് ആവട്ടെ. താങ്ക് യു. പത്തരമാറ്റിലെ ദേവയാനിയെ കാണുന്നവരും രശ്മി ചേച്ചിയെ കാണുന്നവരും ഒക്കെ ഒരുപോലെ മനസ്സിൽ ആലോചിക്കുന്ന കാര്യമായിരിക്കും ഈ മുടിയെ കുറിച്ചുള്ള ഒരു സംശയം. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഹെയർ ഓയിലിന്റെ ഒക്കെ ആഡിന് വന്നിരിക്കുന്ന പോലൊരു ഫീലാണ് എനിക്ക്. നല്ല നീണ്ട മുടിയാണ്, നല്ല ഡാർക്ക് ബ്ലാക്ക് ഹെയർ ആണ്. എന്താണ് ഈ ഒരു മുടിയുടെ രഹസ്യം? മുടിക്ക് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ അമ്മയുടെ ഫാമിലിക്ക് മുടിയുണ്ട് പൊതുവെ. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പം ഷൂട്ടിൻ്റെ ഈ തിരക്ക് കാരണം പറ്റുന്നില്ല നന്നായി നോക്കാൻ. കൊഴിച്ചിലൊക്കെ ഉണ്ട്, എങ്കിലും മാക്സിമം നോക്കാറുണ്ട്. നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഇങ്ങനെ ലോങ് ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി, അതുകൊണ്ട് നടക്കാതെ. അപ്പൊ നമ്മൾ ഒരു കുറച്ച് ടൈം മുടിക്കായിട്ട് മാറ്റി വെക്കേണ്ടി വരും അല്ലേ? അതെ, ഉറപ്പായിട്ടും. നൈറ്റൊക്കെ വന്നിട്ട് ഞാൻ അതൊക്കെ നന്നായി കെയർ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം പോകുന്നത്. ശ്രദ്ധിക്കാറുണ്ട്. മുൻപ് ഇതിനും മുടി ഉണ്ടായിരുന്നല്ലേ? കട്ട് ചെയ്തതാണല്ലേ ഇത്രയും? അപ്പൊ നമ്മള് പുത്തൂർ ഡേ കെയറിന്റെ ആനിവേഴ്സറി ആണ്, 22nd ആനിവേഴ്സറി ആണ്. അവിടെ വന്നതിൽ നിന്നാണ് നമ്മൾ രശ്മി ചേച്ചിനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്ന് സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കറിയാം ജാനകി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ബിമിത ചേച്ചിയുടെയാണ് ഡേ സ്കൂൾ. അപ്പോൾ ബിമിത ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയുണ്ട്? ജാനകി അതുപോലെ ദേവയാനി തമ്മിലുള്ള അടുപ്പം നമ്മൾ സീരിയലിൽ കാണുന്നതാണ്. രശ്മി ചേച്ചി ജാനകി ക്യാരക്ടർ ചെയ്യുന്ന ബിമിത ചേച്ചി തമ്മിലുള്ള ആ ഒരു ഇത് എങ്ങനെയാണ്? ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബിമിതയെ സംബന്ധിച്ച് ഞാൻ ബിമിത കാണുന്നത് ഈ സീരിയൽ വന്നിട്ട്. എനിക്ക് അതിനു മുമ്പ് ബിമിത അറിയില്ല. ബിമിത പകുതി വെച്ചിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. ഈ ജാനകിന്റെ കഥാപാത്രം വേറൊരു കുട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ അത്യാവശ്യം മാറിയിട്ട് പിന്നെ വന്നതാണ് ബിമിത. അപ്പോൾ വന്നു, ആദ്യമൊക്കെ ഫസ്റ്റിൽ ബിമിത എടുത്ത് ചോദിച്ചാലും പറയായിരിക്കും, ഞാൻ തന്നെ മിണ്ടിയത് ഹലോ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ടു പരിചയപ്പെട്ടു. പിന്നെ പോകെ പോകെ ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. എന്താ പറയാ, പറയാൻ പറ്റാത്ത അത്രയും ക്ലോസ് ഉണ്ട്. അത്രയും നല്ല കൂട്ടം. രശ്മി ചേച്ചി എപ്പോഴും ഇങ്ങനെ ഒരു മടിയൊന്നും ഇല്ലാതെ എല്ലാവരോടും കയറി സംസാരിക്കുന്ന ടൈപ്പാണോ? അതെ അതെ, അങ്ങനെ വായടച്ചിരിക്കാത്ത ടൈപ്പാണല്ലേ? കുറച്ചു നേരം നോക്കൂ, ആരും അനങ്ങുന്നില്ലെന്ന് കണ്ട ഞാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കരിയറിൽ ഇനി ഒരുപാട് ബെസ്റ്റ് ഉണ്ടാവട്ടെ. ഇപ്പൊ ദേവയാനി ബെസ്റ്റ് ആയതുപോലെ ഇനി അങ്ങോട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഫുൾ ബെസ്റ്റ് ആവട്ടെ. ബിഗ് സ്ക്രീനിലും വേഗം തന്നെ കാണാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മിമിക്രി ചെയ്തതിനും ഒരുപാട് താങ്ക് യു. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.